ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചായ വെച്ച് തുടങ്ങിയിട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. രാവിലെ തന്നെ ചായയൊക്കെ റെഡിയാക്കി. ഞാൻ ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീക്കുള്ള ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇലയിട്ട് കൊടുത്ത് മൂടി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ഗ്രീൻ ടീ ആയി കുടിക്കാം. ചായ വെച്ച് കഴിഞ്ഞിട്ട് ചോറിനുള്ള പരിപാടി നോക്കിയിട്ടോ. അരിയിടാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. പൂച്ചയെ പേടിച്ചിട്ട് റസ്കൊക്കെ എടുത്ത് അരിപ്പാത്രത്തിലാണ് ഒളിച്ചു വയ്ക്കുന്നത്. പൂച്ച വന്ന് കയറി എടുത്തിട്ട് പോയി. നമുക്ക് അരി കഴുകിയിടാം. ഇനി നമ്മുടെ വെള്ളമൊക്കെ ചൂടായി. നമുക്കിനി അതിലേക്ക് അരി കഴുകിയിട്ടു കേട്ടോ. അരി കഴുകിയിട്ടു. ഇനി അതവിടെ കിടന്ന് ചോറാവട്ടെ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കാവേ. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് പോയി ജനൽ തുറക്കാം. നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. രാവിലെ വാർത്ത വെച്ചു. ഇത് പതിവാട്ടോ വാർത്ത വയ്ക്കൽ. വൈകി കഴിഞ്ഞപ്പോൾ ആ ഭിത്തിയിൽ തുമ്പിയിരിക്കുന്നു. എന്നെ കണ്ടതും അത് പറന്ന് സ്ഥലം വിട്ടു. നമ്മൾ ചോറ് വാങ്ങിയായിരുന്നേ, കഞ്ഞി വാങ്ങി. ഇപ്പോൾ കറിക്ക് പയറും മെഴുക്കുവരട്ടി വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പയറും മെഴുക്കുവരട്ടി, മീൻ വറുത്തത് ഇന്നത്തെ കറി അതാണ് കേട്ടോ. നമുക്ക് പയറൊക്കെ അടുപ്പത്ത് വെച്ചു. പയർ അടുപ്പത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഇലയൊക്കെ നല്ല ചായയായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കുന്നതിന് മുന്നേ ഞാൻ വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നത്. ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിങ്ങനെ ഇറയത്ത് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ബസ്സൊക്കെ കടന്നു പോയി. നല്ല വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. മഴ പെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നീലാകാശമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കറി പരിപാടി, ചോറ്, കഞ്ഞി എല്ലാ പരിപാടിയും കഴിഞ്ഞു. വിറക് ഉണങ്ങാൻ വേണ്ടി അടുപ്പിൻ്റെ മേലെ എടുത്ത് വെച്ച് കേട്ടോ. വിറകിന് തണുപ്പാണ്, അപ്പോൾ കത്താനായിട്ട് മടിയാണ് വിറകിന്. നമുക്ക് അടുപ്പിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ വെക്കും. അങ്ങനെ ചോറും കറിയും ഒക്കെ റെഡിയായി. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് തൃശ്ശൂർ വരെ പോകാമെന്ന് കരുതി റെഡിയായി കേട്ടോ. വെറുതെ കുറേ ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്നു. അപ്പം ഇന്നൊന്ന് സൺഡേ അല്ലേ, ഒരു കറക്കം തൃശ്ശൂർ പോകാം. അങ്ങനെ പോവാൻ വേണ്ടി റെഡിയായി. വാതിലൊക്കെ അടച്ച് ലോക്ക് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ ഹെൽമറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ചു. എൻ്റെ ബാഗ് എടുത്തു. ബാഗിൽ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു വഴിക്ക് പോകുമല്ലേ, വെറുതെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോവുകയാണേ. എല്ലാ തിരക്കുകളിലേക്കും ഞായറാഴ്ചയായിട്ട് വലിയ തിരക്കുകളൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു ശാന്തസുന്ദരമായ ഒതുങ്ങിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ടൗണിലേക്ക് വന്നപ്പോഴേ അല്ലാത്ത ദിവസമൊക്കെ നല്ല തിരക്കാണ്. ചിലപ്പോൾ വഴിയൊക്കെ ബ്ലോക്കായിരിക്കും. ഇവിടുത്തെ ലൂർദ് മാതാ ചർച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാർക്കറ്റ് റോഡ് വഴി പോവാട്ടോ. വെറുതെ ടൗണിൽ ചുറ്റുണ്ടല്ലോ എന്ന് കരുതി കുറുക്ക് വഴി ചാടിയതാണ്. അതാ നമ്മളിവിടെ
ഒരിടത്ത് വണ്ടി ഒതുക്കി വെച്ചു. ഇനി റോഡ് ക്രോസ് ചെയ്ത് വണ്ടി അപ്പുറത്ത് ചെന്നാൽ ഇപ്പുറത്ത് തിരിച്ചു വരാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അണ്ടർ പാസേജ് വഴി നമുക്ക് അപ്പുറത്ത് പോവാം. നല്ല മനോഹരമായി പെയിൻ്റ് അടിച്ച അണ്ടർ പാസേജ് കേട്ടോ. ഇതിനകത്ത് നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിരുന്നേ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലെത്തി. ഇവിടെ ഇങ്ങനെ ഞായറാഴ്ചകളിൽ മാത്രമുള്ള കച്ചവടങ്ങളാണ്. ഇങ്ങനെ തുണികൾ, ചെരുപ്പ്, പാൻറ്റ്, ഷർട്ട്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് ഒരു ദിവസം ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഷർട്ട് പാൻറ്റൊക്കെ 100 രൂപയുള്ളൂ. എല്ലാം വില കുറവുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇന്ന് ഇവിടെ പൊതുവേ തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വന്നാൽ ഇവിടെ നിന്ന് അപ്പുറത്ത് കടന്നു പോകാൻ കൂടി പറ്റത്തില്ല. ഇതൊക്കെ ചെരുപ്പുകളാണ്. ഇതൊക്കെ 100 രൂപയേ ഉള്ളൂ കേട്ടോ ചെരുപ്പിനൊക്കെ. പക്ഷെ നമ്മുടെ സൈസ് ഒത്ത് കിട്ടണമെങ്കിൽ ഇത്തിരി പാടാം. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ മുന്നിലെത്തിയിട്ടോ. നമുക്ക് കുറച്ച് നേരം തേക്കിൻകാട് മൈതാനത്തോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പര നടക്കാം. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് അവിടെ വരെ പോകാതെ പോകുന്ന മോശമല്ലേ. നമ്മൾ മൈതാനത്ത് കയറി വന്നു കേട്ടോ. ഇന്ന് തിരക്കൊന്നുമില്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും തിരക്കൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ പരിസരമെല്ലാം നല്ല പച്ച പൊതിച്ചു കേട്ടോ, പച്ച കളറിലായി. നല്ല തണലും ഉണ്ട്, ഇഷ്ടംപോലെ മരങ്ങളുള്ളതുകൊണ്ട് തണലുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇരിക്കാം. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഒരു മരത്തിൻ്റെ തണൽ കിട്ടി അവിടെ ഇരിക്കുകയാണേ. ഞാനിവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടോ. എൻ്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ മൊബൈൽ തോണ്ടിയും അങ്ങനെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരവിടെ ഇരിക്കട്ടെ, നമ്മളിവിടെ ഇരിക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. പാറമേക്കാവ് ക്ഷേത്രം. ഞാനതിൽ നടന്നു കേട്ടോ. കുറേ നാൾ വീട്ടിൽ വെറുതെ റെസ്റ്റായിട്ട് ഇരുന്നതുകൊണ്ട് ഓവറായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. വെറുതെ ഇരുന്നാൽ ശരിയാവില്ലോ, നടന്നേക്കാം. എന്തായാലും 1-ാം തീയതി മുതലൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റിസൾട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ പറയാം കേട്ടോ. എന്തായാലും 1-ാം തീയതി മുതൽ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ കുറേ ദൂരം നമ്മൾ അതിൽ നടന്നു കേട്ടോ. നല്ല തണലും തണുപ്പും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. കുറേ അതിൽ നടന്നു. അവിടെ ഒരു വാഗ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പണ്ടേ ഈ വാഗപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ പൂത്ത് നിൽക്കുന്ന വാഗയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ വാഗപ്പൂവൊക്കെ നിലത്ത് കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൽ നിന്നൊരു പൂവെടുത്തേ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൂവിൻ്റെ അടിയിലുള്ള ആ പച്ച ഇത് പറിച്ചെടുത്തിട്ട് കയ്യിൽ നഖമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വയ്ക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ നഖം വയ്യൊന്നും ഇല്ല കേട്ടോ. എന്നാലും പൂവ് കണ്ടപ്പം നല്ല ഭംഗി തോന്നി, വെറുതെ എടുത്ത് കയ്യിൽ പിടിച്ചു കേട്ടോ. ചുമ്മാ ഒരു രസം. നമ്മൾ ഇപ്പം കുറേ സമയം ഉച്ചയായിട്ടോ. പിന്നെ എന്നാൽ വീട്ടിലേക്ക് പോയേക്കാന്ന് കരുതി നമ്മുടെ
അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ടോ, നല്ല തിരക്കായിരുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. കുറേ നേരം അതിലേക്ക് ഇറങ്ങിയൊക്കെ നടന്നു, അവിടെ ഇരുന്നു, ഒന്ന് റിലാക്സായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴിയാണ് കേട്ടോ ഇത്. കേരള കാർഷിക സർവകലാശാലയുടെ അടുത്തോടുള്ള വഴിയാണ്. ഈ കാണുന്ന ഈ മരങ്ങളും അതും കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വനമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് നാരങ്ങ വാങ്ങിയിട്ട്, ചെറുനാരങ്ങ കണ്ടപ്പോൾ വാങ്ങിയതാണ്, നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ. പിന്നെ 2 കുക്കുമ്പറും വാങ്ങി. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്നും കൂടിയൊക്കെ ഞാൻ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കും. അടുത്ത ദിവസം തൊട്ട് കുറവാണ്. ഇത് പിന്നെ ചോറ് ഇന്നത്തെ ചക്കക്കുരുവിൻ്റെ ചട്ടിക്കകത്തും കൂടി ഇട്ട് ഇളക്കിയെടുത്തതാണ്. മീൻ വറുത്തതൊക്കെ ഉണ്ട്, ഞാനൊരു മീൻ വറുത്തത് എടുത്തുള്ളൂ. പയറ് മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും കൂട്ടി ചോറുണ്ടു. ഇന്ന് ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ ചോറൊക്കെ അളന്നാണ് എടുത്തത്. ഇന്നോട്ട് ഒരു പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വെച്ചു കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയറ്റ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ഷീണമൊക്കെ വരും. അതുകൊണ്ട് പയ്യെ കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകിട്ട് എഴുന്നേറ്റു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബായ്.